ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ജൂൺ 17 അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കിച്ചൺ ഡാൻസാണ്. അപ്പം അതായത് ഇന്നത്തെ കിച്ചൺ ഡാൻസ്. അപ്പം ഞാൻ കുറേ ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്, നാളത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാനുള്ളത്, അങ്ങനെ. അപ്പോൾ ആ 2 മുട്ട പുഴുങ്ങുന്നത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ, വേറെ ആർക്കുമല്ല. കാരണം നമ്മൾ ഈ അടുക്കളയ്ക്കകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ചെയ്യുമ്പം അതിനൊക്കെ എനർജി നമുക്ക് വേണമല്ലോ, കുറച്ച് പ്രോട്ടീനൊക്കെ വേണ്ടേ. അപ്പം നമ്മൾ ഇവിടെ ജിമ്മിലോ അല്ലാതെ പ്രോട്ടീൻ കലക്കി കുടിക്കാനോ അങ്ങനെയൊന്നും എടുക്കുന്നില്ലാത്തത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസിൽ കൂടെയൊക്കെ കേട്ടോ. അപ്പോൾ 2 മുട്ട നമ്മൾ പുഴുങ്ങി കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പം വരാനില്ല. അപ്പോൾ ഞാൻ മുട്ടയ്ക്കകത്തേക്ക് അത് പുഴുങ്ങാൻ നേരം വിനാഗിരി ഇച്ചിരി ഒഴിക്കും. അപ്പോൾ അതിങ്ങനെ ചിന്ന ഭിന്നമായി പോകത്തില്ലെന്നാണ് പറയുന്നത്. ചെറിയ വാസ്തവമൊക്കെ ഉണ്ട്, എന്നാലും നേരിയ തോതിൽ പൊട്ടിയാലും അങ്ങനെ ബോംബ് പൊട്ടിയതുപോലെ അത്ര പ്രശ്നം ഒന്നും ആകത്തില്ല, കുഴപ്പമില്ലാതെ അതിൻ്റെ തൊണ്ടൊക്കെ ഇച്ചിരി പൊട്ടുമെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതിട്ടു. അതിന് ശേഷം ഞാൻ ഇച്ചിരി ഉണക്കമീൻ വറുത്ത് എടുത്തു. അപ്പം മമ്മി നാട്ടിൽ നിന്ന് തന്നു വിട്ട ഉണക്കമീനാണ് അത്. കുറുവാന്നും പറഞ്ഞൊരു മീനാണ്. നമ്മുടെ ഈ കണ്ടമൊക്കെ വറ്റിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഉണക്കിയെടുത്ത് തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നല്ലതായിട്ട് അങ്ങോട്ട് ചതയ്ക്കാനായിട്ടാണ്. അപ്പം ഇത് നമ്മൾ നാട്ടിൽ നിന്ന് തേങ്ങ ഇങ്ങനെ കൊണ്ടുവന്നേക്കുന്നതാണ്. കണ്ടോ, നമ്മളിങ്ങനെ ഒരു കവറിൻ്റെ അകത്താക്കി ഇങ്ങനെ സീൽ ചെയ്ത് ഫ്രിഡ്ജ് വെക്കും. ആവശ്യമുള്ളപ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് മുന്നേ എടുത്ത് വെളിയിൽ വെക്കും. എന്നിട്ട് ആവശ്യത്തിനെടുക്കും, തിരിച്ച് അതേപടി ഫ്രീസറിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യും. ഇപ്പോൾ തേങ്ങയ്ക്കാണെങ്കിൽ ഭയങ്കര വിലയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ലുലുവിൽ ചെന്നപ്പം ഈ മുഴുവൻ തേങ്ങയ്ക്ക് 1.5 ദിറംസിന് കിട്ടുന്ന മുഴുവൻ തേങ്ങയ്ക്ക് 3.5 ദിറംസൊക്കെ ആയിട്ടിരിക്കുന്നത് കണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ തേങ്ങ കൊണ്ടുവന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. ഇതുവരെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് തേങ്ങ കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല കേട്ടോ. ഈ തേങ്ങ കൊച്ചൊക്കെ തന്നെയാണ് ഞാൻ റോൾ ചെയ്ത് പോകുന്നത്. അപ്പം അത് ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കിയതാണ്. ഇത് ആക്ച്വലി ഞാൻ ഈ ബോക്സിൻ്റെ അകത്ത് എടുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ നാളത്തേക്കും ഇന്ന് വൈകിട്ടത്തേക്കും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉച്ചയ്ക്ക് ഇന്നലത്തെ ബീഫിൻ്റെ ഒരു ഇച്ചിരി മിച്ചമുണ്ട്, ബീഫ് കറിയുടെ മിച്ചമുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇത് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഇന്ന് വൈകിട്ടത്തേക്കാണ്. അപ്പോൾ ഈ തേങ്ങയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യുന്ന തേങ്ങ ആയതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇത് തിരിച്ച് ഫ്രിഡ്ജിൽ കയറ്റണം. അല്ലെങ്കിൽ ഇത് നാളെ ഉച്ചക്കത്തേക്ക് നമ്മൾ പൊതിക്കകത്തൊക്കെ കൊടുത്തു വിടുമ്പം ആ കറി കേടാകും. അതുകൊണ്ട് വേഗം തന്നെ നമ്മളത് ഫ്രിഡ്ജിലേക്ക് തിരിച്ച് വയ്ക്കുകയാണ്. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജ് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഞാനത് ബോക്സിൻ്റെ അകത്താക്കി തിരിച്ച് വെച്ചു. മുട്ട അവിടെ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേണ്ടേ, അതിൻ്റെ ഇടയിൽ മാജിക്ക് പോലെ ഒരു ലോഡ് പാത്രം അവിടെ വന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. മാജിക്കല്ല, ഞാൻ തന്നെ കഴുകിയതാണ്. ഇത് ഇന്ന് മുഴുവൻ ഈ ഒരു മാജിക്ക് കളി നടക്കും, അറിയാമല്ലോ എല്ലാവർക്കും. ഈ പാത്രം കഴുകി ഇതിങ്ങനെ പാത്രം വരും പോകും വരും പോകും. അപ്പോൾ എന്താണ്, മുട്ട പുഴുങ്ങി കിട്ടി, നിങ്ങൾക്ക് കാണാമല്ലോ. ചെറിയൊരു വിള്ളൽ മാത്രമേ ഉള്ളൂ. വിനാഗിരി ഇടുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ പുഴുങ്ങി കഴിയുമ്പം പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തോടിൽ നിന്നും വിട്ടു പോരാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക്, ഞാൻ തണുത്ത വെള്ളമൊന്നും ഒഴിക്കാൻ നിൽക്കത്തില്ല, നോർമൽ ടാപ്പ് വാട്ടർ തന്നെ ഒഴിക്കും. വിട്ട് പോരുന്നെങ്കിൽ പോരട്ടെ എന്നങ്ങ് വിചാരിക്കും. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ മുട്ട അത്ര ഭംഗിയായിട്ടൊന്ന് കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ തോടിൻ്റെ അകത്തു നിന്നൊക്കെ അങ്ങ് ചിരണ്ടി അങ്ങ് തിന്നും. എന്നിട്ട് ഞാൻ ഇവിടം തുടച്ചെടുക്കും. കാരണം ഞാൻ പാത്രം കഴുകി ഇങ്ങോട്ട് തന്നെ കമത്തുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ എന്നാ എടുക്കുമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗവും നമ്മൾ പാത്രം കഴുകുന്ന പോലെ തന്നെ ഇവിടെ എപ്പോഴും ഇങ്ങനെ കഴുകും. അപ്പോൾ പാത്രം കഴുകി കമത്തുമ്പോൾ നമുക്കത്ര പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് പിന്നെയും കണ്ടില്ലേ, മാജിക്ക് പോലെ അടുത്ത സാധനങ്ങൾ അവിടെ വന്നത്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡ് അതിൻ്റെ അകത്ത് ഒരിത്തിരി അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ എത്ര സൂക്ഷിച്ചാലും അതൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കത്തുള്ളൂ. നമ്മൾ അതിനകത്ത് ഓരോ കറ പറ്റി അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഓടി ഓടി മാറാനായിട്ടോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. നമുക്ക് അതിന് തക്ക വരുമാനമൊന്നും അതിന് തക്ക വരുമാനം എന്നല്ല, വരുമാനമേ യൂട്യൂബിൽ നിന്നില്ല. അപ്പോൾ പിന്നെ യൂട്യൂബിൽ നിന്ന് ഇതൊക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ അതിനൊക്കെ മാറ്റങ്ങളുണ്ടാകും. അത് പോട്ടെ. അപ്പം ഞാൻ ടിഷ്യൂ ഇട്ടത്, ഈ മാങ്ങ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മൾ മാങ്ങ പറിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ടാൽ കാണണം.
അപ്പം ആ മാങ്ങ നമ്മളിങ്ങനെ ഇതുപോലെ പൂളി ഫ്രിഡ്ജിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഫ്രിഡ്ജിലല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു ആക്രാന്തത്തിന് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട്, ഇത് തണുത്തിരിക്കില്ലേ, കുറച്ച് വെള്ളത്തിൽ കൂടി അങ്ങ് ഇട്ട് വെച്ചു. ഇനി ആ വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് അത് ടിഷ്യൂവിൻ്റെ മുകളിലിട്ട് ഒപ്പിയെടുത്തത് കേട്ടോ. വെള്ളം എന്നാലും മാങ്ങയിലുണ്ട്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പം നമുക്ക് വെള്ളം തൊടാത്ത ഒരു അച്ചാറെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടി മാങ്ങ അച്ചാറാനായിട്ട് ഇച്ചിരി അച്ചാറാനല്ല, കടുക് മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സംഭവം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ദേഹണ്ണക്കാർ നിൽക്കുന്ന പോലെ ഒരു ടർക്കിയൊക്കെ തോളത്തിട്ട് ഞാൻ വന്നത് അരി വെന്തോന്ന് നോക്കാനാണ്. ഒരു നമ്മുടെ പാലക്കാടൻ മട്ട, അതാണ് ഇന്ന് അരി ഇട്ടേക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് നാളത്തേക്കുള്ള ചോറും എടുക്കണം, വൈകിട്ടത്തേക്കുള്ള കഞ്ഞി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡബിൾ ധമാക്കയായിട്ടാണ് ഞാൻ. അപ്പം വെന്തിട്ടുണ്ട്, അധികം വെന്തില്ല, ചോറിൻ്റെ പരുവത്തിൽ വെന്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ കഞ്ഞിവെള്ളം എടുത്ത് സൂക്ഷിച്ച് വെക്കും. പിന്നെ ആ ചോറ് ആവശ്യത്തിന് ഉച്ചക്കത്തേക്ക് നാളത്തേക്ക് എടുത്ത് മാറ്റിയിട്ട് വൈകിട്ടത്തേക്കുള്ള കഞ്ഞി ഞാൻ അതിൻ്റെ അകത്തുനിന്ന് തന്നെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ അച്ചാർ പണിയിലേക്ക് തിരിച്ചു വന്നു. അപ്പം മാങ്ങ അരിയുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും സൈഡിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാങ്ങ ഡ്രെയിൻ ചെയ്തൊക്കെ എടുത്ത് മാറ്റിയത് ആ സൈഡിലിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ അരിയുമ്പം ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം കുടുകുടോ ചാടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഞെക്കി പിഴിഞ്ഞെടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഈ മാങ്ങയുടെ ആ പുളിയും ഗുണമൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഞാൻ എന്നെ അടുത്തെന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ല, അങ്ങനെ തന്നെ അങ്ങ് അരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുത്ത അച്ചാറിൻ്റെ പ്രോസസ്സിലോട്ട് പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്ടേ, ഇത് മാങ്ങ ഇച്ചിരി ഉപ്പിട്ട് തിരുമ്മി വെക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഉപ്പ് ഇടാനായിട്ട് നോക്കിയപ്പോൾ ഉപ്പ് മൂട്ടിലെത്തി. അപ്പോൾ നമ്മളിങ്ങനെ പറയുമല്ലോ, ഉപ്പ് മഞ്ഞൾ ഇതൊന്നും നമ്മുടെ അടുക്കളയിലെ സാധനം തീരാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, നമ്മളെപ്പോഴും പറയുന്നു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം ഉപ്പ് തീരുക എന്ന് പറയുമ്പോൾ നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് കടന്നു എന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഏറ്റവും ബേസിക് ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരാതിരിക്കാനായിരിക്കും ഉപ്പൊരിക്കലും തീരരുതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഉപ്പ് തീർന്നു കഴിയുമ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ എല്ലാവരും വഴിയാധാരമാകും എന്നല്ല, മനസ്സിലായോ? വേറൊരു ഇത്, എല്ലാത്തിനും ഇതുപോലെ ഓരോരോ മീനിങ് ഉണ്ട്. നമ്മളത് അന്ധവിശ്വാസ രീതിയിലേക്ക് എടുക്കാതിരുന്ന് വെച്ചാൽ മതി. അങ്ങനെ ഞാൻ ഉപ്പ് റീഫിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. എനിക്ക് ചെറിയ പേടിയില്ലാതില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഉപ്പൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഉപ്പ് റീഫിൽ ചെയ്തു. തീരാനായിട്ട് തീരെ അങ്ങ് തീരാൻ നിന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചുരുണ്ട് കൂടിയ ഉപ്പേൽ ഇതൊക്കെ എനിക്കറിയാം, കല്ല് മീൻസ് ഉപ്പൊക്കെ ചില്ലിൻ്റെ അകത്ത് ഇടണം എന്നൊക്കെ അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഓരോ അടുക്കളയ്ക്ക് ഓരോ രീതി. ഇപ്പോൾ എല്ലാം നമുക്ക് ഓടി ചെന്ന് മേടിക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാനിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പം അതെല്ലാം തട്ടിത്തറിഞ്ഞ് താഴെ പോകാനായിട്ട് ഉള്ള അവസ്ഥ ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ് പല കാര്യത്തിനും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നല്ല നല്ല വരുമാനമൊക്കെ വരുമ്പോൾ മേടിക്കാമെന്നേ. എനിവേ അതേണ്ടേ, ഇത്രയും വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഒരു രൂപ പോലും ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. അതൊരു സത്യമാണ്. എനിവേ ഞാനങ്ങനെ ഉപ്പ് നിറച്ചു. അപ്പോൾ ആ ഉപ്പയിൽ ഉപ്പെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തിനാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മാത്രമേ അടുക്കള കൈകാര്യം ചെയ്തുള്ളൂ. പക്ഷേ ഇപ്പം എപ്പോഴേലും നമുക്കിപ്പം മമ്മിയൊക്കെ നാട്ടിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരുന്നു, അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഞാൻ കാണിക്കുന്നതേ ഇതുണ്ട്. നിങ്ങൾ ഈ മുട്ടയിൽ പച്ച നിറത്തിൽ എഴുതിയേക്കുന്നുണ്ട് അതിൻ്റെ പ്രൊഡക്ഷനും എക്സ്പയറിയൊക്കെ. അപ്പം നിങ്ങൾ ഈ മുട്ട മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പിങ്ക് നിറത്തിൽ എഴുതിയിട്ടുണ്ട്, പച്ച നിറത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കഴിവതും പച്ച നിറത്തിൽ എഴുത്തുള്ളത് വേണം മേടിക്കാനായിട്ട്. കാരണം അതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് പറയുന്നത്. എനിവേ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റയിൽ കണ്ടതാണേ. എനിവേ എൻ്റെ മുട്ട പുഴുങ്ങി കിട്ടി. ഞാൻ ഇച്ചിരി ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് ആ മുട്ട രണ്ടും തട്ടും. എനിവേ അപ്പോൾ ആ കുപ്പിയുടെ കാര്യം പറഞ്ഞത്, അതായത് ഉപ്പെന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെ പല ബോട്ടിലേലും എല്ലാ ബോട്ടിലേലും ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം ഇവിടെ കാണത്തില്ലായിരിക്കും, നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വെളിയിൽ പോയി. അപ്പോൾ അവർക്ക് ഓരോ സാധനവും എവിടെയാണ് നമ്മളോട് ഇങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥ. അതിന് നല്ലത് ഇതിങ്ങനെ എഴുതി വെക്കുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. ഉപ്പ് ഏതാ, മൈദ ഏതാ, അരിപ്പൊടി ഏതാ, പുട്ടുപൊടി ഏതാ, മനസ്സിലായോ? ഇപ്പം ഇനിയിപ്പോൾ ആരും വന്നില്ലെങ്കിലും സപ്പോസ് നമുക്കൊരു ദിവസം ഒരു വയ്യാഴിക വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, നമ്മൾ അഡ്മിറ്റായി, നമ്മുടെ ഭർത്താവ് കൊച്ചും മാത്രമേ ഇപ്പം വീട്ടിൽ വരേണ്ട ഒരവസ്ഥ വന്നു, എന്തെങ്കിലും കുക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ ഞാൻ ഒരുമാതിരി നമ്മുടെ അടുക്കളയിലെ സാധനങ്ങളെല്ലാം കാണത്തക്ക രീതിയിലാണ് വെച്ചേക്കുന്നത്. ഒറ്റ ഗ്ലാൻസിന് ഇങ്ങനെ നോക്കുമ്പോൾ ചപ്പാത്തി പരത്താനുള്ള പലക അവിടെ ഇരിപ്പുണ്ട്, ചായ അരിക്കാനുള്ള അരിപ്പ ഇവിടെ ഇരിപ്പുണ്ട്, കത്തി ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളും കാണത്തക്ക രീതിയിലാണ് വെച്ചേക്കുന്നത്. ഒന്നും അതെവിടെയാ ഇതെവിടെയാ, വളരെ മിനിമം സാധനങ്ങളേ ഉള്ളൂ. അങ്ങനെ
അങ്ങനെ ചോദിക്കത്തക്ക രീതിയിൽ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം അതിനാണ് അതൊക്കെ ഇങ്ങനെ ലേബൽ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല, മനസ്സിലായോ? ഇപ്പം നമ്മളിങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഒരാൾ വരുവാണെങ്കിൽ, സപ്പോസ് ഇതിനെല്ലാം ഒരാൾ നമ്മളെ സഹായിക്കാൻ വരുവാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്താണ്ടടാ, ഞാൻ എൻ്റെ മുട്ടയുടെ കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങൾ ഇനിയും പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. പിങ്ക് എഴുത്തിലും പച്ച എഴുത്തിലും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ കാര്യം ഇവിടെയാണ് പറഞ്ഞത്. നാട്ടിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നാട്ടിൽ നമ്മുടെ കോഴി എഴുതിയിട്ടല്ലല്ലോ മുട്ട ഇടുന്നത്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇവിടുത്തെ കോഴിയൊക്കെ മുട്ടയിൽ അതിൻ്റെ ലേബലിൽ പതിപ്പിച്ചിട്ടാണ് ഇടുന്നത്. അതിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. എനിവേ, ഇത് നമ്മുടെ അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിളാണ്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് അത് വഴറ്റിയെടുത്തു. നമ്മുടെ ഉപ്പ് പുരട്ടിയ മുളക് പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഒന്നും ഞാനിട്ടില്ല. മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇട്ടു. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി, അത് കേട്ടോ. അതുകൊണ്ട് വലിയ എരിവൊന്നും അതിനില്ല. കണ്ടാത്തൊന്നും ഒത്തിരി എരിവ് കണ്ടെന്ന്. പിന്നെ നമ്മുടെ ഉപ്പ് പുരട്ടിയ മാങ്ങായും കൂടെ അങ്ങോട്ടിട്ടു. സന്തോഷം. നല്ല സൂപ്പർ കടുമാങ്ങാച്ചാർ. എനിക്ക് കടുമാങ്ങാച്ചാർ കാണുമ്പോഴേ അങ്ങ് കഞ്ഞിയൊക്കെ കുടിക്കാൻ തോന്നും. പക്ഷേ നമ്മുടെ പണ്ടത്തെ ആരോഗ്യമല്ലല്ലോ. നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ പറമ്പിലോട്ട് ചാടാനും അറിയാനും ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് കഞ്ഞിയൊക്കെ കുടിക്കാന്നുള്ളതൊക്കെ ഇപ്പം ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ സൈഡാക്കി വെച്ചേക്കുക. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഹീമോഗ്ലോബിനൊക്കെ കുറയാൻ തുടങ്ങിയത്. ഇനിയും കുറച്ച് ദിവസം കൂടി ഇരിക്കുകയാണെങ്കിൽ അതിനെ കളയേണ്ടി വരും. അതുകൊണ്ട് ഞാനതെടുത്ത് കട്ട് ചെയ്ത് കഴിച്ചാണേ. പെട്ടെന്ന് എടുത്തതായതുകൊണ്ട് അങ്ങനെ കോല് പോലെ ആയിപ്പോയത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോല് പോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാം കേട്ടോ. അതെങ്ങനെ അങ്ങനെ ആയതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഈ കുപ്പി രണ്ടും ഞാൻ കഴുകി വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഒരെണ്ണത്തിൽ വെളിച്ചെണ്ണയും ഒരെണ്ണത്തിൻ്റെ അകത്ത് സൺഫ്ലവർ ഓയിലും ആയിരുന്നു നിറച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കുപ്പിയുടെ ക്യാപ്പ് പോയി, അതിൻ്റെ ആ ബ്ലാക്ക് കളറിലെ ആ ഒരു റബ്ബർ ബുഷ് പോയി. അപ്പോൾ എനിക്കങ്ങ് മടിയായി ഒഴിക്കാനായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വെളിച്ചെണ്ണ, ഇപ്പോൾ ഒരു വെളിച്ചെണ്ണ പാരഷൂട്ടിൻ്റെയോ എന്തിൻ്റെയോ ആ ഒരു വലിയ ബോട്ടിൽ തന്നെയുണ്ട്, അതിൻ്റെ അകത്ത് ഇനി അങ്ങ് ഒഴിക്കാം. ഈ 2 ബോട്ടിലിൻ്റെ അകത്തും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെക്കാമെന്ന്. അങ്ങനെ ഞാൻ എന്താണ്ട് ഇതിന് ഒരു റബ്ബർ ബുഷുണ്ട് ബ്ലാക്ക് കളർ, മറ്റേ കുപ്പിയുടെയാണ് പോയത്. അപ്പം ഇതിൻ്റെ അകത്ത് 2 എണ്ണത്തിൻ്റെ അകത്തും ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ അങ്ങ് ഒഴിക്കാമെന്ന് വെച്ചു. എന്നിട്ടിപ്പം ഈ പോയതിൻ്റെ എണ്ണ യൂസ് ചെയ്യാനാകുമ്പോഴത്തേക്കും മറ്റേ അടപ്പ് ഇങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ച് കണ്ടോ അതിൻ്റെ അടപ്പ് പോയത്. അപ്പോൾ ഞാനിത് എത്രാമത്തെ ബോട്ടിലാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇതൊരു 3ാമത്തെ ബോട്ടിലാണ്. നാട്ടിലും ഞാൻ ഇതുപോലത്തെ തന്നെ ബോട്ടിൽ മേടിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ ഈ കറുത്ത സാധനം ഒരുമാതിരി ഉരുകി അങ്ങ് പോവും. അതങ്ങ് പറ്റിപ്പിടിച്ച് അങ്ങ് നശിച്ചു പോകും. അപ്പോൾ എനിക്ക് ഈ ഒരു ബോട്ടിൽ എനിക്ക് ഇനിയൊരു ഓയിൽ ഡിസ്പെൻസർ മേടിച്ച് തരാൻ പറഞ്ഞാൽ സാമാൻ പറയും ഇനി എണ്ണ ഇവിടെ ഉപയോഗിക്കേണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സാമാൻ എന്നോട് പറഞ്ഞു ഒഴിക്കുന്ന വലിയ കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പി തന്നെ ഒഴിച്ചാൽ മതി, അതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒരു ഡിസ്പെൻസറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇങ്ങനെ അങ്ങ് പോട്ടെന്ന് വെച്ചു. പിന്നെ എന്നാ പറയുന്നത്, അപ്പം ഞാൻ തേണ്ട 2 എണ്ണത്തിൻ്റെ അകത്ത് നിറച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് ആ മൂട്ടിലുണ്ട്, ആ സൺഫ്ലവറിൻ്റെ വലിയ ബോട്ടിലിൻ്റെ മൂട്ടിലൊക്കെ ഓയിലുണ്ട്. എന്നിലെ മിഡിൽ ക്ലാസ് ഇപ്പം ഉണരും, അത് നിങ്ങൾക്ക് കാണാം. അപ്പം തേണ്ട അവിടെ ഒരു ലിറ്റിൽ ഹാർട്ട്സിൻ്റെ ഇതെടുത്ത് വെച്ചേക്കുന്നത് കണ്ടോ നിങ്ങൾ? അത് വൈകുന്നേരം ഇപ്പം 4 മണിയായി കേട്ടോ. 4 മണിയായെന്ന് പറയാൻ മറന്നുപോയതാണ്. 4 മണിയൊക്കെ ആയി. രാവിലത്തെ തകർപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പോയി റെസ്റ്റ് ചെയ്തു. സാമുവേൽ വന്നു, അവന് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കൊടുത്തു. നമ്മുടെ മാങ്ങാച്ചാറാണ് കേട്ടോ അത് നമ്മൾ ഇട്ടത് കുപ്പിക്കകത്ത്. അതും ചില്ല് കുപ്പിക്കകത്ത് ഇടണമെന്ന് എനിക്കറിയാം. നമുക്ക് എല്ലാത്തിനും അങ്ങനെയാണല്ലോ, എല്ലാം അറിയാമെങ്കിലും നമ്മൾ തല തിരിഞ്ഞേ ചെയ്യത്തുള്ളൂ. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. പിന്നെ നമ്മൾ വേണ്ട ലിറ്റിൽ ഹാർട്ട്സ്, നമ്മുടെ പഴയ ലിറ്റിൽ ഹാർട്ട്സ് ഇല്ലേ, ആ സംഭവം കേട്ടോ വൈകുന്നേരം 4 മണിക്ക് കുറിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. അപ്പം വേണ്ട കുപ്പിയൊക്കെ എടുത്ത് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ചുമ്മാ ഷോ കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ആ കുപ്പിക്കകത്ത് മനസ്സിലായതെന്നല്ല, നേരത്തെ മനസ്സിലായായിരുന്നു. ആ വലിയ കുപ്പിക്കകത്ത് അതിൻ്റെ മൂട്ടിൽ 1-2 ഡ്രോപ്പ് എണ്ണയും കൂടെ ഉണ്ട്. നമ്മൾ ഇത്രയും വില കൊടുത്തൊക്കെ മേടിക്കുന്നതല്ലേ, കളയാൻ പാടുണ്ടോ? അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ ഒരു ഗോപുരം പോലെ അങ്ങ് വെച്ചു. അതിന് തോന്നുമ്പോൾ അതിൻ്റെ ഡ്രോപ്പ് മുഴുവനും ഊറ്റി അങ്ങ് വീഴട്ടെ. കണ്ടോ, വീഴുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ, തട്ടിമറിച്ചിടാതിരുന്നേച്ചാൽ മതി. നമ്മൾ തന്നെ അവസാനം സേവ് ചെയ്യാൻ നോക്കിയിട്ടും കുരിശാകാതിരുന്നാൽ മതി. ഇത് തേണ്ട 4 മണിക്ക്, ഇന്ന് രാവിലെ അരച്ച ദോശയാണ് കേട്ടോ, ദോശമാവിൻ്റെ ബാക്കിയാണ്. അപ്പം 4 മണിക്കിപ്പം ചായ കുടിക്കാനായിട്ടൊക്കെ ആൾക്കാർ പതുക്കെ സാമൂഹ്യ ഉറക്കമാണ്. പഠിക്കാനായിട്ട് ഞാൻ അബദ്ധത്തിലൊന്ന് പറഞ്ഞായിരുന്നു. പഠിക്കാൻ പറഞ്ഞപ്പോൾ തൊട്ട് കൊച്ചിന് ഭയങ്കര ഉറക്കമാണ്. 3-4 മണിക്കൂർ കൊച്ച് ഉറങ്ങിക്കോളും. ഇനി ഒരു 7 മണിയാകാതെ അത് എഴുന്നേൽക്കുകയില്ല. പിന്നെ വൈകിട്ടും കിടന്ന് ഉറങ്ങിക്കോളും. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പം അങ്ങനെയുള്ള എഴുന്നേൽക്കുന്നവർക്ക് ദോശ ചൂടായിട്ട് നല്ല നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ട് മൊരിയിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ
മാവ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ പയറിടയ്ക്ക് കാണിച്ചത് വൈകിട്ട് കഞ്ഞിയും പയറിനും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുപയർ വെള്ളത്തിലിട്ടേക്കുന്നതും. പിന്നെ കാണിച്ചത് നാളെ രാവിലത്തേക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവർക്ക് ഡ്യൂട്ടി ഉള്ളപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3:45-നാണെന്ന്. ഇപ്പോൾ അതിന് നേരിയ പുരോഗമനം വന്നിട്ടുണ്ട്. 3:30-ക്കായിട്ടുണ്ട് ഞാൻ എഴുന്നേൽക്കുന്നത് വെളുപ്പിനെ. അപ്പം ഞാനിങ്ങനെ എഴുന്നേറ്റ് ഇപ്പം നാളെ ഞാൻ വിചാരിക്കുന്നത് ഈ സാധനം ഉണ്ടല്ലോ, എന്തേലും പറയുന്നത്, ഈ നൂഡിൽസ് കണക്കിരിക്കുന്നത് സേമിയ. ഈ സേമിയ കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. കാരണം സാമൂന് റേഷനായിട്ട് കുറേ ഈ നൂഡിൽസല്ല ഈ സേമിയ കിട്ടി. അപ്പം സാമുവിൽ ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചേ. എനിവേ, അപ്പോൾ ഈ സേമിയ എല്ലാം കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ ഞാൻ ആകെപ്പാടെ അങ്ങ് പകച്ചു പോയി. ഇതുകൊണ്ട് എന്തോ ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായി ഇതുകൊണ്ട് സേമിയ പായസം മാത്രമല്ല നമുക്ക് സേമിയ ഉപ്പുമാവും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഇത് സ്പൈസി ആയിട്ടും ഉണ്ടാക്കാം, അല്ലാതെ മധുരം ഇട്ട് മറ്റേ കാഷ്യൂം കിസ്മിസും മധുരവും ഒക്കെ ചേർത്തും ഉണ്ടാക്കാം. ഇപ്പം ഞാൻ എന്നാണെങ്കിലും സ്പൈസി ആയിട്ട് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ നോർമൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കണക്ക് സബോള, ഇഞ്ചി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പം ക്യാരറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം അത് ആ ഒരു വെർമിസെല്ലി നമ്മളൊന്ന് വറുത്ത് വെച്ച് കേട്ടോ. എണ്ണയെല്ലാം ഗീക്കകത്ത് വേണമെങ്കിൽ നമുക്ക് വറക്കാം, പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും വറക്കാം. ഞാൻ പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചു. അപ്പം നാളെ രാവിലത്തേക്ക് കേട്ടോ. ഇത് ഉപ്പുമാവാക്കുന്നത് നാളെ രാവിലെ ഉള്ളൂ. അത് ഇന്ന് തന്നെ ആക്കിയിട്ട് അത് ഫ്രിഡ്ജ് വെക്കുമ്പോൾ അതൊരു രസമില്ല. വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നാളെ നല്ല കോൺഫിഡൻസ് ഉണ്ട്. രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് സമയമുണ്ട് എന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 3:30-ക്കാണ് എനിക്ക് പ്രമോഷൻ കിട്ടി. 3:30-ക്കാണ് ഞാനിപ്പോൾ എഴുന്നേൽക്കുന്നത്. എന്നാലും സാരമില്ല, 4:30 വരെ എനിക്ക് സമയമുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊക്കെ അരിഞ്ഞ് വെക്കുകയാണേ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സാമം വന്നു. അപ്പോൾ സാമം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ അപ്പം ആ ഉപ്പുമാവിനുള്ള ഐറ്റംസൊക്കെ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ നമുക്ക് ചായ ഇടാനുള്ള പ്രക്രിയയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്തവണ മേടിച്ചത് മിൽമയുടെ വലിയ ബോട്ടിലാണ് കേട്ടോ. നമ്മൾ 2 ലിറ്ററിൻ്റെ ആയിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ വലിയ ബോട്ടിൽ മേടിച്ചു. കാരണം ഇപ്പോൾ ചൂടല്ലേ, അപ്പം നമ്മൾ ഇങ്ങനെ ഷെയ്ക്കുകൾ, ജ്യൂസുകൾ, പിന്നെ എന്താ പറയുന്നത്, അങ്ങനെ പലവിധമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. എത്രയോ ഗ്യാലനാണ്, അത് 3 ഗ്യാലനാണ്. എത്ര ലിറ്ററാണെന്ന് ഞാൻ നോക്കിയില്ല. എനിവേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വെള്ളം കൂടെ ചേർത്താണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത്. ആക്ച്വലി എനിക്ക് എൻ്റെ ചായ ഇഷ്ടമാണ്. ചില സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന കണക്ക് തെറ്റുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇന്ന് ഓക്കെ ആയിരുന്നു. അപ്പം ഞാൻ ചായക്ക് വെച്ചു. നമ്മൾ ഒരു 1.25 കപ്പ്, ഞാൻ എപ്പോഴും ഈ ഒരു കപ്പിനാണ് ഈ ചായയുടെ അളവെടുക്കുന്നത്. എനിക്ക് ആ ഒരു കപ്പ് മാറി കഴിഞ്ഞാൽ എൻ്റെ അളവെല്ലാം തെറ്റിപ്പോവും. അപ്പം ഞാൻ എപ്പോഴും ഇതിൻ്റെ അകത്ത് തന്നെയാണ് എടുക്കുന്നത്. കൃത്യം ചായ ഞാൻ എടുക്കാറുള്ളൂ, അല്ലാതെ എക്സ്ട്രാ അങ്ങനെ വരാറില്ല. പിന്നെ ഞാൻ ചായ കുറേ നേരം ഇട്ട് തിളപ്പിക്കുകയും ചെയ്യും കേട്ടോ. എന്നാലേ എനിക്ക് ആ ഒരു പാലിന് ആ പ്രോപ്പർ കുറുക്കം, ഇപ്പം നമ്മൾ കുറേ വെള്ളമൊക്കെ ഒഴിച്ചല്ലോ, അപ്പോൾ ആ ഒരു വെള്ളം അങ്ങോട്ട് വറ്റി ഒരു പ്രോപ്പർ കുറുക്കമൊക്കെ വന്നു എന്ന് തോന്നത്തുള്ളൂ. അപ്പം ഞാൻ 2 ഗ്ലാസ് എടുത്ത് വെച്ചു. 2 ഒരേ തരത്തിലുള്ള ഗ്ലാസ് എടുത്ത് വെക്കാത്തത് ഇത്രയും ചായ കാണത്തുള്ളൂ എന്ന് എനിക്കറിയാം. നമ്മൾ ആ ഗ്ലാസ്സിലല്ലേ അളന്നത്. അപ്പം ദാഹിച്ച് വരണ്ട് വന്നവർക്ക് നമ്മൾ കൂടുതൽ ചായ കൊടുക്കണം. അപ്പോൾ എനിക്ക് പഞ്ചസാര വേണ്ട, ഞാൻ ചായക്കകത്ത് പഞ്ചസാര ഇടുന്നില്ല. നിങ്ങളപ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര മധുരമൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടല്ല, എനിക്ക് ചായക്കകത്തും കാപ്പിക്കകത്തും പഞ്ചസാര വലിയ താല്പര്യമില്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലും വളരെ കുറച്ച് മതി. പക്ഷെ ഞാൻ ലഡുവും ജിലേബിയും ഒക്കെ എത്ര വേണേലും കഴിക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കഴിവെന്നൊക്കെ പറയുന്നത്. അപ്പോൾ സാമോന് ചായക്കകത്ത് മധുരം വേണം. അപ്പോൾ അത് പുള്ളിക്ക് അതുകൊണ്ട് ഞാൻ വാരിക്കോരിയിട്ടു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് പഞ്ചസാരയല്ല ഇട്ടത്. കാരണം എന്നാന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഷുഗർ വരട്ടെ എന്നുള്ള രീതിയിൽ ഇട്ടതല്ല. ഇത് പൊടി പഞ്ചസാരയാണ്, അതിന് വലിയ മധുരമൊന്നുമില്ല. അത്രയൊക്കെ തന്നെ നമ്മൾ ഇടണം. പിന്നെ നമ്മൾ മേടിച്ചത് നമ്മുടെ ചായപ്പൊടിയാണ്, ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മളിവിടെ വന്നിട്ട് പല തരത്തിൽ നമ്മുടെ കണ്ണൻ ദേവന്, റെഡ് ലേബൽ, ഈസ്റ്റ് ടീ, പിന്നെ അങ്ങനെ കുറേ ടൈപ്പ് ചായപ്പൊടി ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ അവസാനം ഒരെണ്ണം മേടിച്ച ആൽക്കെന്നും പറഞ്ഞൊരെണ്ണമാണ്. ഏതാണോ അതൊക്കെ, എന്നിട്ട് അതൊന്നും കൊള്ളത്തില്ല കേട്ടോ. ഈ സൊസൈറ്റിയാണ് ഒരു കടുപ്പവും ഒരു സുഖമൊക്കെ ഉള്ളത്. അതിനൊത്ത വിലയുണ്ട്.
അപ്പം അതാണ്, അതുകൊണ്ട് സൊസൈറ്റിയാണ് നല്ലൊരു ചായപ്പൊടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ദോശ, നല്ല മുരിച്ച് കരിച്ച ദോശ, നെയ്യൊക്കെ ചേർത്ത് പഞ്ചസാരയൊക്കെ ഇട്ട്, പിന്നെ നമ്മുടെ ചായ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നെയ്യ് മേടിക്കുന്നത് ഇപ്പോൾ 6 kg കേട്ടോ. കാരണം ഈ ബ്രിട്ടാനിയയുടെ അമുലിൻ്റെ ഒക്കെ ഓഫർ വരും, അതിനൊന്നും ഒരു മണവും ഗുണവും ഇല്ല. എനിക്ക് തോന്നുന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഓഫറിന് ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും കുറയുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല കേട്ടോ. എനിവേ ചായയായി. ഇതേണ്ട ഇങ്ങനെയാണ് വെർമിസെല്ലി റെഡിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേണ്ട വെർമിസെല്ലി ഉപ്പുമാവും കാണിച്ചിട്ടുണ്ട്. പിന്നെ വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിയും പയറും വന്നു, അതുകൊണ്ട് ദേണ്ടേ കഞ്ഞി ഞാൻ ആ ചോറ് മിച്ചം ഉണ്ടായിരുന്നത് എടുത്തു. പിന്നെ ആ കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ കഞ്ഞിവെള്ളം തന്നെ എടുത്തു. പിന്നെ ആ കുതിർത്തി വെച്ച പയറും കൂടെ എടുത്ത് ദേണ്ട നല്ല സൂപ്പർ കഞ്ഞി വൈകിട്ടത്തേക്ക്. അപ്പോൾ ഇത് സാമുവേലിന് വൈകിട്ട് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണക്കമീൻ ചമ്മന്തി അരച്ചായിരുന്നല്ലോ, ആ ചമ്മന്തിയുണ്ട്, തൈരുണ്ട്, ഈ കഞ്ഞിയും പയറും ഉണ്ട്. ഇങ്ങനെ പയർ കൊടുക്കുമ്പോൾ ഈ പിള്ളേർ ഇതിൻ്റെ അകത്ത് പയർ പെറുക്കി കളയാൻ വളരെയധികം വിഷമിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടടിക്കുന്നത് കേട്ടോ, കഞ്ഞിയും പയറുമായിട്ട്. അപ്പം കറിയായിട്ട് നമ്മൾ ഈ പയർ കറി മാറ്റി വെക്കുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ. അപ്പോൾ സാമുവിന് കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ബുൾസൈ. അപ്പം തിരിച്ചും മറച്ചു വിടണം ബുൾസൈ, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പുള്ളിക്ക് അല്ലാതെ ബുൾസ് ഐ എന്ന് പറയുമ്പോൾ കണ്ണ് പോലെയാണ് സാധാരണ ഇരിക്കുന്നത്, പക്ഷേ പുള്ളിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ എൻ്റെ അടുക്കളയിൽ ഇന്നത്തെ സർക്കസ് കഴിഞ്ഞു. ഇത് ഇഡലിക്കുട്ടയൊക്കെ നാളത്തേക്ക് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു.